മെസ്സേജാണ്. ശരിക്കും പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഈ കുട്ടി ഒരു ഡാൻസറായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. എൻ്റെ അനിയത്തി ഒരു ഡാൻസറാണ്. എനിക്ക് അവളെ ഓർമ്മ വന്നത്, അവളെ അവസ്ഥയാണ് ഓർമ്മ വന്നത്. പിന്നെ മണിക്കുട്ടൻ ചേട്ടൻ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാജോ സാറ് ഇതിൻ്റെ അകത്ത് ഗസ്റ്റ് റോളായിട്ട് വരുന്നുണ്ട്. സാറ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ നല്ല നല്ല ഫ്രെയിമുകളുണ്ട്. സ്ക്രിപ്റ്റ് എഴുതിയത് ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരാളാണ്. നല്ല സ്ക്രിപ്റ്റാണ്. ഇൻട്രോയിൽ പഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നല്ല സങ്കടമുണ്ട്, ആവേശമുണ്ട്. ലാസ്റ്റ് നല്ല രീതിയിൽ കണ്ണു നനയിച്ചു. എല്ലാവരും വന്ന് കാണണം. നല്ലൊരു മെസ്സേജാണ്. അടിപൊളി പടമാണ്. അടിപൊളി പടം. കരയാനുണ്ട്, ചിന്തിക്കാറുണ്ട്. അടിപൊളി. നല്ല സിനിമയാണ്. അതായത് ഈ ബോഡി ഷേമിങ് നേരിടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് വിജയിക്കുന്ന ഒരു കുട്ടിയുടെ കഥയായിട്ട് എനിക്ക് സിനിമ തോന്നി. എന്തായാലും കണ്ടിരിക്കാൻ നല്ല പടമാണ്. കുരുവിപ്പാപ്പ എന്ന് പറഞ്ഞ ചിത്രം ഇതൊരു ചെറിയ ചിത്രമാണ്, പക്ഷെ ഒരു വലിയ കാര്യമാണ് അത് സംസാരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള നിറത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ മറ്റുള്ള അവഗണനയുടെ പേരിലും ഉണ്ടാകുന്ന കാര്യം വളരെ പച്ചയായിട്ട് തന്നെ നമ്മളെ ഹൃദയമുള്ളവർക്ക് ഇത് മാറ്റങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം. ഒരാളുടെ ഒരു കമൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചിത്രം. ഇന്നത്തെ കാലത്തും ആ ഒരു കാര്യം, ആ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൻഹ ഫാത്തിമ എന്ന കുരുവിപ്പാപ്പയായി അഭിനയിച്ച ആ കുട്ടി വളരെ മികച്ചൊരു അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിലെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നല്ലൊരു ചിത്രം. നല്ല സിനിമ, നല്ല കഥയും നമുക്ക് കണ്ടിരിക്കാനും അതുപോലെ എല്ലാവർക്കും കാണാൻ ഉള്ളൊരു പടമാണ്. എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടും ആ കഥയിലാണ്. ഒന്നും പറയാനില്ല. സൂചേട്ടനെ വീണ്ടും കണ്ടു. സിനിമ സൂപ്പർ, ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു. അച്ഛനെ വീണ്ടും കണ്ടതിൽ ഭയങ്കര സന്തോഷം തോന്നി. ഈ സ്ക്രീനിൽ നല്ല സിനിമ. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നൈസ് മൂവി, ഹാർട്ട് ടച്ചിങ് മൂവി. നന്നായിരുന്നു. അത് ലാഗിങ് ഇല്ല അതിൽ. അത് നമ്മൾ അത് കയറി കഴിഞ്ഞാൽ അവസാനം വരെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. ക്ലിയറായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു പ്രിൻസിപ്പിൾ, സൈക്കോളജിക്കൽ ആസ്പെക്റ്റും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മളെ ആരെങ്കിലും അടിച്ചിരുത്താൻ പോയാൽ വി ഷുഡ് കം ഔട്ട് ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ്. അത് ഷി ഹാസ് ഡൺ ഫാന്റാസ്റ്റിക്കലി വെൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ല പടം കേട്ടോ. നല്ല പടം. ഒരു രക്ഷയില്ല പടം. ഞാൻ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഖാദറിൻ്റെ ക്യാരക്ടറായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. സൂപ്പർ പടം. എല്ലാം മസ്റ്റായിട്ട് കാണണം എല്ലാവരും. എന്താ പറയാം. ഞാൻ ഉമ്മച്ചി ഞാനായിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. ആ മോള് കരയിച്ചു. 100 days ഓടണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഓയിക്കോട്ടെ. എല്ലാരെയും കരയിപ്പിച്ച് കൂടെ കുരുവിയും കരഞ്ഞോണ്ട് ഭയങ്കര സന്തോഷം. അതായിട്ടാണ് ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നത്. ഒന്നും പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ. വല്ലാത്ത സന്തോഷം തോന്നുന്നില്ല. സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. ഇഷ്ടപ്പെട്ടോ? കണ്ടോ? പടം കണ്ടോ? തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടോ? ഒരുപാട് പേർക്ക് കണക്ട് ആവുന്ന ട്രൂ സ്റ്റോറി അല്ലേ. എന്നെ ഞാൻ 8 വർഷത്തിന് ശേഷം കാണുന്ന ഒരു പടമാണ്. സന്തോഷം, എല്ലാവരും കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്താ പറയുക, നമുക്ക് കണക്റ്റ് ആവുമല്ലോ എവിടെയെങ്കിലുമൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ആ കുട്ടിയായിട്ടുള്ള വർക്ക്? കുരുവി അതാ പറഞ്ഞത്, ആ ഫാമിലിയുടെ ഒരു ഡ്രീമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പം ഒരു പുതിയ സ്റ്റാർ വരെയാണ്. സപ്പോർട്ട് ചെയ്യുക, കാണുക. എങ്ങനെയുണ്ട് അമ്മേനെ സിനിമയെ കണ്ടത്? നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടു. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടമായോ? കുരുവി ചേച്ചി നന്നായിട്ട് ആക്ടിങ് ചെയ്തു. ഇനി ആൾക്കാരെ കളിയാക്കാൻ പാടില്ല. ഗാഡ് തരുന്ന കളറ്, അപ്പം നമ്മൾ അത് തന്നെ എടുക്കണം. ഫിലിം എല്ലാവരും കാണണം. നല്ല ഫിലിം, എല്ലാവരും കാണണം.
അടിപൊളി സൂപ്പർ ഭയങ്കര തന്നെ. എല്ലാ ആർട്ടിസ്റ്റും മോള് തന്നയുടെ പടമാണിത്. ഇത് അവരുടെ ജീവിതം, അവരുടെ ലൈഫ് സ്റ്റോറി. സോ അത് നമ്മൾ അനുഭവിച്ചു അത് ചെയ്യുമ്പോൾ ഭയങ്കര ഹൃദയസ്പർശിയായിട്ടത്. ആൻഡ് അതിൽ അവളെങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ. അതാണ് ഈ പടത്തിൻ്റെ മോട്ടിവേഷൻ മെസ്സേജ്. ഗോഡ് ബ്ലെസ് ആൻഡ് ഷീസ് എ ബോൺ ആർട്ടിസ്റ്റ്. അസല ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കറക്ഷൻസോ ഷൂട്ടിംഗ് സമയത്തും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഷീ ജസ്റ്റ് സ്റ്റാർട്ട് ക്യാമറ ആൻഡ് ഷീൽ പെർഫോം. അങ്ങനത്തെ ഒരു ബോൺ ആർട്ടിസ്റ്റ് ആയിരുന്നു. തീർച്ചയായും പ്രേക്ഷകരെ അനുഗ്രഹിക്കണം. ഇങ്ങനത്തെ സിനിമകൾ വളരെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഹാർട്ട് ഫെൽട്ടായിട്ട് ചെയ്തതാണ് എല്ലാവരും ചേർന്നിട്ട്. സോ അതിന് പ്രേക്ഷകരുടെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഭ്യർത്ഥിക്കുന്നു. വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസും ഗുരുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും ഒരു റിയൽ സിസ്റ്റർ ബ്രദർ ബോണ്ട് അതിൽ ഫിലിമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ശരിക്കും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഫിലിം കണ്ടു കഴിഞ്ഞാൽ. സിനിമയുടെ ഭാഗമാവാൻ പറ്റി. അതെ, നല്ല സന്തോഷമായി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പിന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പേടി മാറി. താങ്ക് യു. ഞാൻ ഇതിൻ്റെ എഡിറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു വർഷത്തെ ഞങ്ങളുടെ എഫേർട്ട് അതിന് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫീൽ ഗുഡ് മൂവി എന്നുള്ളൊരു അഭിപ്രായം. അപ്പോൾ അത് വളരെ വളരെ സന്തോഷം. താങ്ക് യു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം, നന്നായിട്ടുണ്ട്. അത് ഗംഭീരം പടം, നന്നായി, വെരി നൈസ്, നല്ല പടം. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നല്ല അഭിപ്രായം, വളരെ നല്ലതായിരുന്നു, കാണാൻ കൊള്ളാം. എങ്ങനെയുണ്ട്? സിനിമയുടെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സിനിമ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.